കേരളത്തിൽ താമര വിരിയിക്കുക എന്നത് ഒരർത്ഥത്തിൽ ബി.ജെ.പിയുടെയും ആർ.എസ്.എസിന്റെയും ലക്ഷ്യമായിരുന്നു. എന്നാൽ കേരളത്തിൽ കാവിക്കൊടി വീശുക എന്നത് അവർക്കൊരു ബാലികേറ മലയായിരുന്നു. പക്ഷേ 2014 മുതൽ കേരളത്തിൽ ബി.ജെ.പിയുടെ ഗ്രാഫ് ചെറിയ തോതിൽ ഉയരുകയും 2019 വർദ്ധിക്കുകയും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമത് ബി.ജെ.പിയും അതുപോലെ തന്നെ 9 നിയമസഭാ മണ്ഡലങ്ങളിലും ബി.ജെ.പി രണ്ടാം സ്ഥാനത്തെത്താൻ അവർക്ക് സാധിച്ചു. ഇതൊരു നിസ്സാര കാര്യമല്ല. അതായത് കേരളത്തിൽ ജനങ്ങൾക്ക് LDFും UDFും എന്ന പാർട്ടി ഇനി വേണ്ട എന്ന നിലപാടിലാണ് എന്നത് വ്യക്തമാണ്. കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിച്ചു കഴിഞ്ഞു എന്നത് വ്യക്തമായി. ഇനി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ശക്തമായ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ പ്രധാനമായി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലം പാലക്കാടും വയനാടുമാണ്. എന്നാൽ കേന്ദ്ര ബി.ജെ.പി നേതൃത്വം കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പാലക്കാടാണ്. വയനാട് വലിയ പ്രാധാന്യം അവർ നൽകുന്നില്ല. വയനാട് സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ തട്ടകമായതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് വിജയം നേടാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിൽ കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാൻ വീണ്ടും തീരുമാനിക്കുന്നത്. പാലക്കാട് നോക്കുമ്പോൾ എന്തായാലും ഇടത് വലത് മാത്രമല്ല, അവിടെ ബി.ജെ.പി അതീവ ശക്തിയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത് LDFനും UDFനും സംബന്ധിച്ച് വലിയ തലവേദനയാണ്. ആലപ്പുഴയിൽ 3 ലക്ഷത്തോളം വോട്ട് പിടിച്ച ശോഭാ സുരേന്ദ്രനെ പാലക്കാട് ഇറക്കാൻ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രനിലൂടെ പാലക്കാട് പിടിച്ച് നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാനാണ് ബി.ജെ.പി ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന കേന്ദ്ര നേതാക്കൾ പാലക്കാട് പ്രചാരണത്തിനെത്തും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് പാലക്കാട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സംസ്ഥാനത്ത് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുകയും 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് പാലക്കാട് ഉൾപ്പെടെ 8 മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എത്താൻ അവർക്ക് സാധിച്ചു. പുറമെ 26 നിയമസഭാ മണ്ഡലങ്ങളിൽ 35,000-ലേറെ വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. ഈ ആത്മവിശ്വാസത്തോടെ ബി.ജെ.പി പ്രചാരണത്തിന് ഇറങ്ങുന്നത് ഇത് മുന്നണിക്ക് വലിയ വെല്ലുവിളിയായി മാറുമെന്ന് ഉറപ്പാണ്. പാലക്കാട് നഗരസഭയും കണ്ണാടി, മാത്തൂർ, പീരായി പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലമാണ്. ഇതിൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി.ജെ.പിയാണ്. മാത്തൂരും പീരായും മാത്രമാണ് UDFന്റെ കയ്യിലുള്ളത്. ജയസാധ്യതകൾ വിലയിരുത്തിയാകും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിന് 9,007 വോട്ടിന്റെ ലീഡുണ്ട്. രണ്ടാം സ്ഥാനത്ത് ബി.ജെ.പിയാണ് നിലനിൽക്കുന്നത്. അതേസമയം യുവ നേതാവായ രാഹുൽ മാങ്കോട്ടത്തിനെ ഇറക്കിയാലും ബി.ജെ.പി ശോഭാ സുരേന്ദ്രനെ ഇറക്കി കളിക്കുമെന്ന് കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ മുന്നിട്ട് നിന്ന മെട്രോമാൻ ഇ ശ്രീധരനെ അവസാന ലാപ്പിലാണ് ഷാഫി പറമ്പിൽ മലർത്തിയടിച്ചത്. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് പാലക്കാട് ശോഭ മത്സരിക്കുന്നത്. 2011 വരെയുള്ള തിരഞ്ഞെടുപ്പിൽ ഇവിടെ മൂന്നാമതായിരുന്ന പാർട്ടിയെ രണ്ടാം സ്ഥാനത്തെത്തിക്കാൻ ശോഭാ സുരേന്ദ്രനായി. 2011 പാലക്കാട് നിയോജകമണ്ഡലത്തിൽ 19.86% വോട്ടുകളായിരുന്നു ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നത്. എങ്കിൽ 2016 ശോഭാ സുരേന്ദ്രന്റെ വോട്ട് വിഹിതം 29.8% ഉയർത്തുകയായിരുന്നു ശോഭ ചെയ്തത്. ഇത്തവണ കരുത്തരായ സ്ഥാനാർത്ഥിയാണെങ്കിൽ വിജയം നേടാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആലപ്പുഴയിൽ ശോഭയെ പാർട്ടി നിയോഗിച്ചിരുന്നു. മുൻ തെരഞ്ഞെടുപ്പിൽ KS രാധാകൃഷ്ണൻ നേടിയ 1.87 ലക്ഷം വോട്ട് ശോഭ 2.99 ലക്ഷത്തിന് മുകളിലേക്ക് എത്തിച്ചത് NDAക്ക് വലിയ സ്വാധീനമില്ല എന്ന് കരുതിയ മണ്ഡലത്തിൽ പോലും എതിരാളികളെ ഞെട്ടിച്ചു കളഞ്ഞു. വോട്ട് വിഹിതം 17.24% നിന്നും 28.3% വർദ്ധിച്ചു. പാലക്കാട് ശോഭയ്ക്ക് മുന്നേറ്റം സാധ്യമാകുമെന്ന വിലയിരുത്തലാണ് പാർട്ടി. ആറ്റിങ്ങലിൽ മത്സരിച്ച ശോഭ 24,881 വോട്ടാണ് നേടിയത്. അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രനെയും പാലക്കാടിലേക്ക് കൊണ്ടുവരാൻ കേന്ദ്ര നേതൃത്വം ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അമിത്ഷാ, നരേന്ദ്രമോദി, JP ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നത്.